ഒരു സൈഡ് പാകിസ്ഥാൻ ഇന്ന് വാർ ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഷുവറാണ് എന്നുള്ള രീതിയിലുള്ള കുറെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവർ ആർമീസിലെ എല്ലാം പർട്ടിക്കുലറായിട്ട് 3 പോയിന്റ്സിലേക്ക് എത്തിക്കുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഒരു ഡിഫൻസ് സൃഷ്ടിക്കുന്നു. അതുപോലെ ബോർഡേഴ്സിലുള്ള ബങ്കേഴ്സിലുള്ള ഫുഡ് സപ്ലൈസ് ഒക്കെ ഫില്ല് ചെയ്യുന്നു തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പം ന്യൂസ് ഏരിയസിലെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് പവേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ നിരവധി ആക്ഷൻസ് ഒരു വാറിന് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ പാകിസ്ഥാനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്തരമുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിലവിൽ ഇപ്പം നിൽക്കുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു പഹൽഗാം അറ്റാക്ക് നടന്നിട്ട് ഇന്നിപ്പോൾ 11ാം ദിവസമാണെന്ന് എന്തുകൊണ്ട് പെട്ടെന്നൊരു അറ്റാക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ന്യൂസ് മീഡിയാസിന്റെ ലൈവ്സിന്റെ താഴെ തന്നെ നിരവധി കമന്റ്സ് ഞാനടക്കം കണ്ടിരുന്നു. എന്തുകൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്തില്ല, എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നില്ല, ഇപ്പോഴും ഈ ഒരു വെയിറ്റിംഗ് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണേണ്ടത് വളരെ അധികം അത്യാവശ്യമായ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയട്ടെ, നിങ്ങൾ ഈ ഒരു വാർ റിലേറ്റഡ് കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ്ലി നടന്ന ഒരു കണ്ടന്റിനെ പറ്റി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാം. റഷ്യ ഉക്രൈൻ വാറിനെ പറ്റി നോക്കുക. വാർ നടന്ന സമയത്ത് എങ്ങനെയാണ് അത് ട്രേഡിനെ ബാധിച്ചതെന്നും എങ്ങനെ അവിടുത്തെ ബിസിനസ്സുകളെ ഇത് ബാധിച്ചെന്നും അത് മൂലമുണ്ടായ ഇപ്പോൾ റഷ്യയുടെ ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ എങ്ങനെ ബാധിച്ചു തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള എവിഡന്റ് ആയിട്ട് ഉള്ള ഡീറ്റെയിൽസ് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ട്രേഡ് വാർ, ഒരു കോൾഡ് വാർ സിറ്റുവേഷനിലായിരുന്നു കുറേ കാലം പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ. അതിനുശേഷമാണ് ഈ ഒരു അറ്റാക്ക് നടന്നതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ അതൊരു എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. എത്രയും പെട്ടെന്ന് ഒരു വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുടനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത ആക്ഷൻ ഉണ്ടാവുകയല്ല. പാകിസ്ഥാനുമായിട്ടുള്ള കുറെ അധികം കരാറുകളൊക്കെ റദ്ദാക്കി, ജലം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കരാറുകളൊക്കെ റദ്ദാക്കിയിരുന്നു. അതായിരുന്നു ആദ്യഘട്ടം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ ആക്ഷൻസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പാകിസ്ഥാൻ ഫ്ലൈറ്റുകൾക്ക് നമ്മുടെ മേലിൽ കൂടെ പറക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമുള്ള സംഭവമൊന്നുമല്ല. കാര്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരത്ര കണ്ട് വലിയൊരു എയർലൈൻസ് ഒന്നും, അതായത് എയർ സർവീസസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വലിയ സംഭവമായിട്ട് കൂട്ടേണ്ടതില്ല. പക്ഷെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പാകിസ്ഥാൻ ക്രിക്കറ്റേഴ്സ് ആണെങ്കിലും പാകിസ്ഥാൻ ആക്ടേഴ്സ് ആണെങ്കിലും ഇവരുടെ, അതായത് പാകിസ്ഥാൻ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ നമ്മളിവരുടെ മൊത്തത്തിൽ പറയാം, അങ്ങനെയുള്ള ആൾക്കാരുടെ സോഷ്യൽ മീഡിയ പേജസ് ഒന്നും നമുക്കിപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സോഫ്റ്റ് പവേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പേജസ് അടക്കം ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ നമ്മൾ തൽക്കാലത്തേക്ക് ബാൻ ചെയ്ത് വെച്ചേക്കാണ്. അതിൽ ഇൻക്ലൂഡിങ് ക്രിക്കറ്റേഴ്സ് തൊട്ട് ഇവൻ പാകിസ്ഥാനി ആക്ടേഴ്സും അങ്ങനെ ഒത്തിരി അധികം ആൾക്കാർ അതിൽപ്പെടും. ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. പഹൽഗാം അറ്റാക്കാണ്. ഈ ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന അന്ന് മുതൽ ഒരു അറ്റാക്ക് ഏത് നിമിഷവും ഉണ്ടാവാന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അറ്റാക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സോ ദാറ്റ് അതിന് കറക്റ്റായിട്ടുള്ള ടൈം കണ്ടെത്തി ഇന്ത്യൻ ആർമി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അതല്ല നമ്മൾ പറയുന്ന അനുസരിച്ച് ഇന്നിപ്പോൾ ഇങ്ങനെ പറ്റി നാളെ പോയി തിരിച്ചു ചെയ്യാം, പറയുന്ന രീതിയിലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് പോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ നിങ്ങൾ കാണാതിരിക്കുക. ഞാനിപ്പോൾ ഒരു ആർട്ടിക്കിൾ കാണാനിടയായി. മുസോറിയിൽ കശ്മീരി ഷോൾസ് വിറ്റുകൊണ്ടിരുന്ന 2 കശ്മീരീസിനെ ആളുകൾ പിടിച്ച് അറ്റാക്ക് ചെയ്തിട്ട് നീ ഇവിടെ ഈ പറഞ്ഞ ഷോൾസ് ഒന്നും വിൽക്കരുത്, നിങ്ങൾ കശ്മീരിലേക്ക് തന്നെ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ അറ്റാക്ക് ഒരു മോബ് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആവശ്യം ഇത്തരം കാര്യങ്ങളായിരുന്നു. ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരും ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് മൂലം അവരും ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാതിരിക്കുക. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ യൂണിറ്റി നമ്മുടെ ഈ ഒരു ഡൈവേഴ്സിറ്റിയാണ്. സോ നമ്മളിങ്ങനെ വെറുതെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതിരിക്കുക. ഈ പറഞ്ഞ അറ്റാക്ക് നടത്തിയിട്ടുള്ള ഭീകരന്മാർക്കെതിരെയുള്ള ആക്ഷൻസ് എന്തായാലും ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സോ നമ്മളത് വെയിറ്റ് ചെയ്ത് അതിന് ആർമിക്ക് മാക്സിമം സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കുക. അതൊരിക്കലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസിലൂടെ നടത്തുന്ന വീരവാദങ്ങളെ പറ്റിയിട്ടോ ഈ പറഞ്ഞ കമന്റ്സ് ഇടുന്നതിനെ പറ്റിയിട്ടോ അല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഈ കമന്റ്സിലൂടെയൊക്കെ രേഖപ്പെടുത്താതിരിക്കുക. ഓവറോൾ ഈ ഒരു കണ്ടന്റിനെ പറ്റിയുള്ള വളരെ ചെറിയൊരു ബ്രീഫിംഗ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നേക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിലുള്ള മറ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ നല്ല നമസ്കാരം.